കോഴിക്കോട് ചേവായൂരിൽ നിയന്ത്രണം വിട്ട് കാർ കിണറ്റിന് മുകളിലേക്ക് മറിഞ്ഞു. ചേവായൂർ AKVK റോഡിൽ രാധാകൃഷ്ണൻ ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ കിണറ്റിന് മുകളിൽ നെറ്റിൽ കുടുങ്ങി നിന്നതിനാൽ വൻ അപകടം ഒഴിവാവുകയായിരുന്നു. പരിക്കേറ്റ രാധാകൃഷ്ണനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ചേവായൂരിലെ നെയ്ത്തുകുളങ്ങരയിൽ കാർ ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് വീട്ടിന് പുറകിലുള്ള കിണറ്റിലേക്ക് മറയുന്നൊരു സാഹചര്യം. കിണറ്റിന് മുകളിൽ ഇത്തരത്തിൽ നെറ്റുള്ളത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. എന്നിരുന്നാലും കാറിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് ഇത്തരത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. നെയ്ത്തുകുളങ്ങരയിലെ ഡോക്ടർ VP രാജൻ്റെ കിണറ്റിലേക്കാണ് ഇത്തരത്തിൽ കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ടുള്ളത്. അതായത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചേവായൂർ ഭാഗത്ത് നിന്നാണ് കാർ ഇത്തരത്തിൽ ഈ നെയ്ത്തുകുളങ്ങര ഭാഗത്തേക്ക് വരുന്നത്. കോവൂർ റൂട്ടിലേക്ക് പോവുകയായിരുന്നു വാഹനം. അത്തരത്തിൽ ഒരു ഇറങ്ങി നേരെ താഴേക്ക് വരുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. വീടിന് മുന്നിലെ ഗേറ്റ് ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ചാണ് കാറ് തൊട്ടുപുറകിലേക്ക് വരുന്ന കിണറ്റിലേക്ക് പോകുന്നത്. അതായത് ഈ ഗേറ്റ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗേറ്റ് ഇടിച്ച് തെറിപ്പിക്കുന്നു. പിന്നീട് തൊട്ട് പുറകിൽ വരുന്ന മതിലും, അതായത് വീടിന് സമീപത്തായ ഒരു ചെറിയ മതിലുണ്ടായിരുന്നു, അതും ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് കാർ ഇത്തരത്തിൽ കിണറ്റിന് മുകളിലേക്ക് മറയുന്ന സാഹചര്യം. കിണറ്റിൻ്റെ മുകളിലുള്ള നെറ്റിലാണ് കാർ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമയായ ഡോക്ടർ VP രാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എപ്പോഴായിരുന്നു ഈ സംഭവം? രാത്രി ഒരു 9 മണിയാവും, 9:10 ആവും തുടങ്ങിയത്. ഞങ്ങളൊക്കെ റൂമിൻ്റെ ഉള്ളിലായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടാണ് ഞങ്ങളത് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വണ്ടി ഒന്നും കാണുന്നില്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. കാരണം വണ്ടി ഇവിടെയാണല്ലോ. അപ്പോൾ നമ്മൾക്ക് പുറത്ത് ആ സൈഡിൽ കൂടെ വന്ന് കണ്ടപ്പോൾ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി വണ്ടിയിൽ ആളുണ്ട്. ഒരാൾ ഡ്രൈവർ മറ്റുണ്ട്, ബാക്കി വണ്ടിയിൽ മറ്റുള്ളതൊന്നും ആളില്ല. അപ്പോൾ ഞങ്ങൾക്ക് എടുക്കാനും പറ്റില്ല. വണ്ടി കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, സ്പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സും പോലീസൊക്കെ വന്ന് അവരാണ് കട്ട് ചെയ്തിട്ട് എടുത്തത്. അപകടത്തിൽപ്പെട്ട ആളെ നിങ്ങൾക്ക് ആൾ ഡ്രൈവറാണ്, ഈ ഏരിയയിലത്തെ ഡ്രൈവർ തന്നെയാണ്, ലോക്കലായിട്ട് ആളാണ്. ഗുരുതര പരിക്കുണ്ടോ? കാര്യമായിട്ടൊന്നും അവിടുന്ന് കണ്ടിട്ടില്ല. ഇനിയിപ്പം ഹെഡ് ഇഞ്ചറി ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അത് 24 hours കഴിയും ക്ലിയർ ആവും. നെറ്റുള്ളത് കൊണ്ടാണല്ലേ കാർ ഇവിടെ? കാറ് ഡീപ്പായിട്ട് കിണറിലേക്ക് പോകാത്തത്. നെറ്റിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഈ ഡോക്ടർ രാജൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കാറ് നെറ്റിൻ്റെ ഒരു സംരക്ഷണത്തിലാണ് കാർ ഇപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നേരെ താഴേക്ക് പോയി വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നിലവിൽ മറ്റു ഗുരുതര പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാർ ഓടിച്ചിരുന്നത് AKVK റോഡിൽ ഇത്തരത്തിൽ രാധാകൃഷ്ണൻ എന്ന ആളാണ്. അദ്ദേഹത്തെ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഗുരുതര പരിക്കുകളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.